ഒരു മനുഷ്യന്റെ സുപ്രധാന തിരിച്ചറിയൽ രേഖയാണ് വിരലടയാളം. സിനിമകളിലും മറ്റും തെളിയിക്കപ്പെടാതെ കിടക്കുന്ന പല കേസുകളും വിരലടയാളം വെച്ച് തെളിയിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വിരലടയാളം കൊണ്ട് ഓരോ വ്യക്തിയെയും തിരിച്ചറിയാൻ കഴിയുമെന്നതാണ് അതിന്റെ കാരണം. ഒരു വ്യക്തിയുടെ വിരലടയാളം ലോകത്ത് മറ്റാർക്കും ഉണ്ടാകില്ല എന്നതും ഒരു വാസ്തവമാണ്. ജനനം മുതൽ മരണം വരെ ഒരു വ്യക്തിയുടെ വിരലുകൾ വലുതായാലും വണ്ണം വെച്ചാലും വിരലടയാളം മാറില്ലെന്നതാണ് മറ്റൊരു പ്രത്യേകത. വർഷങ്ങളായി ഔദ്യോഗിക രേഖകളിൽ ഒരാളെ തിരിച്ചറിയാൻ പലപ്പോഴും വിരലടയാളം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരടയാളവും ഇല്ലെങ്കിൽ എന്തു ചെയ്യും? അതെ, വിരലടയാളം ഒട്ടുമില്ലാത്ത ഒരു കുടുംബമുണ്ട്, അങ്ങ് ബംഗ്ലാദേശിൽ. ഈ കുടുംബത്തിൽ വിരലടയാളമില്ലാത്ത 3 തലമുറ പുരുഷന്മാരുണ്ട്. ബംഗ്ലാദേശിലെ വടക്കൻ ജില്ലയിലുള്ള ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിലെ പുരുഷന്മാരുടെ കൈകളാണ് വിചിത്രം. ഇവർക്ക് ജന്മനാ വിരലടയാളങ്ങളില്ല. ലോകമെമ്പാടുമുള്ള ബയോമെട്രിക് ഡാറ്റ ശേഖരണത്തിൽ നിന്നും ഈ പുരുഷന്മാർ മാറി നിൽക്കുകയാണ്. വോട്ടർ ഐഡിയിൽ പേര് രേഖപ്പെടുത്താനും പാസ്പോർട്ടുകൾ എടുക്കാനും എന്തിന് സ്വന്തം പേരിൽ ഒരു സിം കാർഡ് എടുക്കാനോ ഇവർക്ക് സാധിക്കുന്നില്ല. വിരലടയാളമില്ലാത്ത ബംഗ്ലാദേശിലെ ഈ കുടുംബത്തിലെ 3 തലമുറയിലെ പുരുഷന്മാരും ഇങ്ങനെയാണ്. ആർക്കും വിരലടയാളമില്ല. ഇത് കുടുംബത്തിലെ ജനിതക മാറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. അഡർമെറ്റോഗ്ലീഫിയ എന്ന ജനിതക തകരാറാണിതെന്നാണ് പറയപ്പെടുന്നത്. ജന്മനാ കൈകളിൽ രേഖകളില്ലാത്ത അവസ്ഥ, മിനുസമായ ചർമ്മം മാത്രം. ഈ അവസ്ഥ കാരണം നിരവധി ബുദ്ധിമുട്ടുകളാണ് ഈ കുടുംബം അനുഭവിക്കുന്നത്. കാൽവിരലുകൾ, കൈപ്പത്തികൾ, കാലുകളുടെ വിരലുകൾ എന്നിവയിൽ ഒന്നും അടയാളങ്ങളില്ല. തിരിച്ചറിയാൻ വിരലടയാളം ആവശ്യമുള്ള രാജ്യങ്ങളിൽ പ്രവേശിക്കാൻ ഇവർക്ക് സാധിക്കാത്തത് വലിയ വെല്ലുവിളിയാണ്. 2008 ബംഗ്ലാദേശിൽ മുതിർന്ന പൗരന്മാർക്കായി ദേശീയ ID കാർഡുകൾ അവതരിപ്പിച്ചപ്പോൾ വിരലടയാളം ആവശ്യമായിരുന്നു. എന്നാൽ അന്ന് ഈ കുടുംബത്തിലെ മുതിർന്ന വ്യക്തിക്ക് നോ ഫിംഗർ പ്രിന്റ് എന്ന സ്റ്റാമ്പ് ചെയ്ത ഒരു കാർഡാണ് അധികൃതർ നൽകിയത്. 2010 പാസ്പോർട്ടുകൾക്കും ഡ്രൈവിംഗ് ലൈസൻസുകൾക്കും വിരലടയാളം നിർബന്ധമായപ്പോൾ നിരവധി പ്രശ്നങ്ങളാണ് ഈ കുടുംബത്തിലെ മറ്റു പുരുഷന്മാരും നേരിടേണ്ടി വന്നത്. മെഡിക്കൽ ബോർഡിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയാണ് വിരലടയാളമില്ലാത്ത ഇവർ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. വിരലടയാളം നൽകാൻ കഴിയാത്തതിനാൽ ഈ കുടുംബത്തിലെ ഒരംഗം ഇതുവരെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടില്ല. വാഹനം ഓടിക്കുമ്പോൾ പലപ്പോഴും ചെക്കിങ്ങിൽ ലൈസൻസ് ചോദിച്ച് പോലീസ് പൊക്കും. എന്നാൽ തന്റെ അവസ്ഥ പറഞ്ഞാൽ അവർ മനസ്സിലാക്കില്ലെന്നും പിഴയടച്ചാണ് രക്ഷപ്പെടുന്നതെന്നും അവർ പറയുന്നു. സ്വന്തം പേരിൽ ഒരു സിം കാർഡ് എടുക്കാൻ സാധിക്കാത്ത ഇവർ വീട്ടിലുള്ള സ്ത്രീകളുടെ പേരിലാണ് സിം കാർഡുകൾ എടുക്കുന്നത്. ഈ കുടുംബത്തിലെ പുരുഷന്മാർക്ക് പലപ്പോഴും 2 വർഷം കാത്തിരിക്കേണ്ടി വന്നാണ് പാസ്പോർട്ട് ലഭിക്കുന്നത്. ഹാജരാക്കാൻ പറയുന്ന എല്ലാ രേഖകളും ഹാജരാക്കും. പിന്നീട് എല്ലാ അന്വേഷണത്തിനും ഒടുവിലാണ് പാസ്പോർട്ട് കിട്ടുന്നത്. ഇവർക്ക് രാജ്യത്തിന് പുറത്തു പോകുന്നത് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്.